ഹലോ ലേണേഴ്സ്. BA ഇംഗ്ലീഷ് കോഴ്സിലെ 4th സെമസ്റ്ററിലുള്ള പേപ്പറാണ് ഇംഗ്ലീഷ് ഫോർ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കാണ് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഇതിൽ തന്നെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ഓഫ് ബിസിനസ് ഇൻ ഡൈവേഴ്സ് കോണ്ടെക്സ്റ്റ് എന്നുള്ള ഒരു യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രീ റിക്വസിറ്റ്സ് പാർട്ടിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു അനലോജിയാണ്. ഒരു ടീച്ചർ ക്ലാസ്സിൽ ചെന്ന് ഒരു പേപ്പർ കുട്ടികളെ കാണിക്കുകയാണ്, വൈറ്റ് പേപ്പർ. അതിന് നടുവിൽ ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ട്. എന്നിട്ട് കുട്ടികളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് കാണുന്നത്? കുട്ടികൾ അതിന് കൊടുക്കുന്ന മറുപടിയാണ് എ ബ്ലാക്ക് ഡോട്ട്. അപ്പൊ ടീച്ചർ പറയുന്നു, നിങ്ങൾ എല്ലാവരും ഈ ബ്ലാക്ക് ഡോട്ട് കണ്ടു, പക്ഷെ അതിന് ചുറ്റും ഉള്ള ബ്ലാങ്ക് സ്പേസ് കണ്ടില്ല എന്ന് പറഞ്ഞു. ഈ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷനെ ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും ഭാഷയുമാണ്. പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരുപാട് നോൺ വെർബൽ എലിമെന്റ്സ് ഉണ്ട്. ഓക്കെ, നമ്മുടെ അപ്പിയറൻസ്, ടോൺ ഓഫ് വോയിസ്, നമ്മൾ ഇടയ്ക്ക് കൊടുക്കുന്ന പോസ്, നിർത്തുന്നുണ്ട് അല്ലെ, ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കമ്മ്യൂണിക്കേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. എല്ലാം കൂടെ ചേർന്നതാണ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെയാണ് ഈ ബ്ലാങ്ക് പേപ്പറിന്റെ കഥ. ഓക്കെ, അപ്പം ഇതിൽ ടോൺ, പോസസ്, എക്സ്പ്രഷൻസ്, നമ്മൾ ഫേസിലും അതുപോലെ നമ്മൾ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ച്, ഹാൻഡ്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ജെസ്റ്റേഴ്സ്, ഇതെല്ലാം വളരെ വലിയ ഡീപ്പർ മീനിങ്സ് ആണ് ലിസണേഴ്സിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രൂ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെറും സംസാരം മാത്രമല്ല, അത് കേൾവി കൂടിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ട്രൂ ലിസണിങ്. അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ വാക്കുകൾക്ക് അപ്പുറത്തേക്കുള്ള അർത്ഥങ്ങളും മനസ്സിലാക്കാൻ കഴിയണം. അതാണ് ട്രൂ കമ്മ്യൂണിക്കേഷൻ. ഇനി കമ്മ്യൂണിക്കേഷന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം. Communication is one of the most remarkable human abilities, allowing us to understand each other through language and gestures. ഭാഷയും അതുപോലെ ആംഗ്യങ്ങൾ, ജെസ്റ്റേഴ്സും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർ നടത്തുന്ന വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ. അത് നമ്മളെ പലതും കൈമാറാൻ സഹായിക്കുന്നു. എന്തൊക്കെയാണ്? ഐഡിയാസ്, ഇമോഷൻസ്, ഇൻഫർമേഷൻ ആൻഡ് ഓൾ ആർ ട്രാൻസ്ഫേർഡ് ടു വൺ അനദർ ഇൻ മീനിങ്ഫുൾ വേസ്. ഇനി മറ്റൊരു കഥ നോക്കാം. ജോൺ ആൻഡ് എമ്മ എന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട്. അതിൽ തന്നെ എമ്മ ഒരു വാക്ക് ആരെ കൊണ്ട് കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു? ജോണിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, പക്ഷെ എമ്മ നേരിട്ട് ഈ വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം മറ്റു ചില വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. എന്തെല്ലാം വാക്കുകളാണ്? റൗണ്ട്, ജ്യൂസി, റെഡ് ആൻഡ് സ്വീറ്റ്. ഇത്രയും വാക്കുകളാണ് എമ്മ പറയുന്നത്. റൗണ്ട്, ജ്യൂസി, റെഡ് ആൻഡ് സ്വീറ്റ്. ഇത്രയും വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ ജോണിന് തന്നെ മനസ്സിലാവുന്നുണ്ട് ആ വാക്ക് എന്താണ് എന്നുള്ളത്. ഇറ്റ് ഈസ് ആപ്പിൾ അല്ലെ. ഈ വാക്കുകൾ പറയുമ്പോൾ ആപ്പിൾ ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം. This shows how communication creates shared understanding. കൃത്യമായ വാക്ക് പറയാതെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. So communication is the exchange of information between two or more people. നിങ്ങൾക്ക് എക്സാമിന് 2 മാർക്കിന്റെ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് കമ്മ്യൂണിക്കേഷനെ പറ്റി ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു 2-3 ഡെഫിനിഷൻസ് പഠിച്ചു വെക്കുക. ഓക്കെ, കമ്മ്യൂണിക്കേഷനെ പറ്റി തന്നിട്ടുള്ള സിമ്പിൾ ഡെഫിനിഷൻസ് പഠിച്ചു വെക്കുക. 2-3 സെന്റൻസുകൾ ഓർത്ത് വെക്കാവുന്നതാണ്. സോ കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് എ കോമൺ സിസ്റ്റം ഓഫ് സിമ്പിൾസ്, വേർഡ്സ്, സൈൻസ് ഓർ ബിഹേവിയേഴ്സ്. ഭാഷ ഉപയോഗിക്കാൻ നമുക്ക് എന്ത് വേണം? സിമ്പിൾസ് വേണം, അല്ലെ വാക്കുകൾ വേണം, ശബ്ദങ്ങൾ വേണം, സൈൻ, നമ്മുടെ അക്ഷരങ്ങളൊക്കെ സൈൻസ് ആണ് അല്ലെ. സൈൻ, അതുപോലെ ബിഹേവിയർ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഈ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആള്, കമ്മ്യൂണിക്കേഷന്റെ മറ്റേ എൻഡിലുള്ള ആള്, റിസീവ് ചെയ്യുന്ന ആള് അതിനെ ശരിയായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? അവിടെ മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിക്കാം അല്ലെ. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവില്ല. ഇനി നമുക്ക്
കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്താണ് എന്നുള്ളത് നോക്കാം. ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ വ്യക്തമായി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അതിൽ കുറച്ച് എലിമെന്റ്സ് പറയുന്നുണ്ട്. ഈ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിച്ച് പറയുമ്പോൾ എന്താണ് അവിടെ ശരിക്കും നടക്കുന്നത് എന്നാണ് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. എക്സാം പെർസ്പെക്റ്റീവിലും ഈ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് എപ്പോഴും ചോദിച്ച് കാണാറുള്ള ഒരു സിമ്പിൾ ടോപ്പിക് ആണ്. ഓക്കെ, സോ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു തരാൻ വേണ്ടി നമുക്കൊരു സ്റ്റോറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജാക്ക് ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്. അദ്ദേഹം ഒരു ഗോൾ അടിക്കുന്നു. എന്നിട്ടോ ഈ ഗോൾ അടിച്ച സന്തോഷ വാർത്ത അദ്ദേഹത്തിന്റെ സുഹൃത്തായ ലൂസിയോട് അദ്ദേഹം പറയാണ്. ഓക്കെ, അപ്പോൾ ലൂസിയോട് ഈ ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആദ്യം എന്ത് ചെയ്യണം? ഈ മെസ്സേജിനെ എൻകോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറയാൻ മനസ്സിലുണ്ട്, അത് ഒന്നില്ലെങ്കിൽ ഭാഷ ഉപയോഗിച്ച് പറയാം, അത് മനസ്സിലപ്പോൾ നമ്മൾ ഭാഷ റെഡിയാക്കണം. ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിലുള്ള സെന്റൻസ് റെഡിയാക്കണം, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലുള്ള സെന്റൻസ് റെഡിയാക്കണം. അതാണ് എൻകോഡിംഗ് എന്ന പ്രോസസ്സ്. അതല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ച് കാണിക്കാം, അല്ലെ? ഗോൾ അടിക്കുന്നത് പോലെ കാലുകൊണ്ട് ഫുട്ബോൾ തട്ടുന്ന പോലെയുള്ള ആക്ഷൻ കാണിച്ചും അദ്ദേഹത്തിന് ഗോൾ അടിച്ചു എന്നുള്ള കാര്യം ലൂസിയോട് പറയാം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? വളരെ എക്സൈറ്റഡ് ആയിട്ട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ ജെസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, കാലുകൊണ്ട് കിക്ക് ചെയ്ത് പിന്നെ കൈകൊണ്ട് ഇങ്ങനെ വിക്ടോറിയസ് ആയിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. ലൂസി ഇത് കണ്ടുകൊണ്ട്, ഇദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു മെസ്സേജിനെ ഡീകോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എൻകോഡിങ് എന്താണ്? ഭാഷയോ ആംഗ്യങ്ങളോ ഉപയോഗിച്ച് നമുക്ക് പറയാനുള്ള കാര്യത്തെ റെഡിയാക്കുന്നതാണ് എൻകോഡിങ്. എന്നിട്ട് അതിനെ നമ്മൾ അയച്ചു വിടുന്നു, നമ്മുടെ റിസീവറിലേക്ക് നമ്മൾ അയക്കുന്നു. അയച്ചു കഴിഞ്ഞാൽ റിസീവർ എന്ത് ചെയ്യുന്നു? ആ മെസ്സേജിനെ റിസീവ് ചെയ്തിട്ട്, അതിനെ സ്വീകരിച്ചിട്ട്, കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടോ ആ മെസ്സേജിനെ റിസീവ് ചെയ്തിട്ട് അവരതിനെ ഡീകോഡ് ചെയ്യുന്നു. അവരുടെ മനസ്സിലിട്ട് അതിന്റെ അർത്ഥം ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു. അപ്പൊ അതാണ് കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്ന പ്രോസസ്. ഓക്കെ, എന്നിട്ടോ അവൾ തിരിച്ചൊരു മറുപടി കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഷി റെസ്പോണ്ടഡ് വിത്ത് പ്രേസ് ആൻഡ് ഹൈഫൈ കൊടുത്തിട്ടാണ് അവൾ അദ്ദേഹത്തിനുള്ള അപ്രീസിയേഷൻ കൊടുക്കുന്നത്. അപ്പൊ അതൊരു ഫീഡ്ബാക്ക് കൂടിയാണ്. പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ കാര്യത്തിനുള്ള പ്രതികരണം, ഫീഡ്ബാക്ക് ആണ് അവിടെ നടക്കുന്നത്. ആ ഒരു ഇമേജ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു ഇമേജ് ആണ്. എലിമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് വളരെ വ്യക്തമായിട്ട് അവിടെ ആ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. സെൻഡർ ഉണ്ട്. സെൻഡർ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു, ഫോണിലാണ് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എൻകോഡിങ് നടക്കുന്നു. എൻകോഡിങ് മെസ്സേജിനെ എൻകോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു മീഡിയത്തിലൂടെ റിസീവറിലേക്ക് അയക്കുന്നു. മീഡിയം ഇവിടെ എന്താണ്? മൊബൈൽ ഫോൺ ആണ്, അല്ലെ? മീഡിയം വഴി മെസ്സേജിനെ സെൻഡ് ചെയ്യുന്നു. സെൻഡ് ചെയ്ത മെസ്സേജ് റിസീവറിലേക്ക് എത്തുന്നു. റിസീവർ അതർ എൻഡിൽ മറ്റൊരു ഫോണും കൊണ്ടിരിക്കുന്ന ആ മെസ്സേജിന്റെ റിസീവർ ആണ്. ആ മെസ്സേജിനെ അദ്ദേഹം ഡീകോഡ് ചെയ്യുന്നു. അപ്പോൾ സെൻഡർ, മെസ്സേജ്, എൻകോഡിംഗ്, മീഡിയം, അതുപോലെ ഡീകോഡിംഗ്, റിസീവർ, ഇത്രയും കാര്യങ്ങൾ. ഇതിന്റെ ലൂപ്പ് കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? നമ്മുടെ റിസീവർ ആയിട്ടുള്ള ആൾ അതിന്റെ ഒരു മറുപടി ഫീഡ്ബാക്ക് രൂപത്തിൽ തിരിച്ച് ഒരു മറുപടി കൊടുക്കുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. സോ ദാറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓർ ദി എലിമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി നോക്കൂ, അവിടെ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഓരോന്നും വ്യക്തമായിട്ട് അവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. You may have to learn this with special emphasis. Very simple ideas, easy for you to understand. So sender is the person who initiates the communication. Communication തുടങ്ങുന്ന ആളാണ് സെൻഡർ. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ ആ മെസ്സേജിനെ അല്ലെങ്കിൽ പറയാനുള്ള കാര്യത്തെ മെസ്സേജ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എൻകോഡിംഗ്. അപ്പൊ എങ്ങനെയൊക്കെ എൻകോഡ് ചെയ്യാം? സ്പീച്ച്, സംസാര ഭാഷയിൽ, അല്ലെങ്കിൽ എഴുതിക്കൊണ്ട് എൻകോഡിംഗ് ചെയ്യാം, വിഷ്വൽസ് ഉപയോഗിച്ചുകൊണ്ട് എൻകോഡിംഗ് ചെയ്യാം, അതുപോലെ ജെസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും എൻകോഡിംഗ് ചെയ്യാം. ഇനി മെസ്സേജ് ഉണ്ട്, അല്ലെ? മെസ്സേജ് എന്താണ്? ആക്ച്വൽ ഇൻഫർമേഷൻ ആണ്. എന്താണോ സെൻഡർ പറയാൻ ഉദ്ദേശിക്കുന്ന ആക്ച്വൽ ഇൻഫർമേഷൻ ആണ് മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ചാനൽ അല്ലെങ്കിൽ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആവാം, അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഒരു മീഡിയം ആവാം, അല്ല വീഡിയോ കോൾ വെച്ചിട്ടാണെങ്കിൽ ഒരു വിഷ്വൽ മീഡിയം എന്ന് നമുക്ക് അതിനെ വിളിക്കാം. ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ട്. സോ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഫോൺ, ഇമെയിൽ, സോഷ്യൽ മീഡിയ, ഇതെല്ലാം എന്താണ്? ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്.
പിന്നെ വരുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിലുള്ള അടുത്ത എലിമെന്റ് ആണ് ഡീകോഡിംഗ്. സെൻഡർ മെസ്സേജ് അയച്ചു കഴിയുന്നു, അത് റിസീവറിലേക്ക് എത്തുന്നു, റിസീവർ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് ഡീകോഡിംഗ് എന്ന പ്രോസസ്. റിസീവർ ഉണ്ട്, മറ്റേതിലും മെസ്സേജ് സ്വീകരിക്കുന്ന ആളാണ്. ഫീഡ്ബാക്ക് എന്താണ്? നമ്മുടെ സെൻഡറിന് കൊടുക്കുന്ന മറുപടിയാണ് ഫീഡ്ബാക്ക്. ഇനി ഇതിലൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതെന്താണ്? അത് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ആ ഒരു എൻവയൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്ലാസ് റൂം, ഹോം, ഓക്കെ, അതൊക്കെ എന്താണ്? കോണ്ടെക്സ്റ്റ് ആണ്. റെഫേഴ്സ് ടു ദ സിറ്റുവേഷൻ ഓർ എൻവയൺമെന്റ് ദാറ്റ് ഇൻഫ്ലുവൻസസ് ഹൗ communication is sent, received or interpreted. Excuse me. ഇനി അതിൽ വരുന്ന മറ്റൊരു എലിമെന്റ് ആണ് നോയ്സ്. നമ്മൾ നേരത്തെ കണ്ട പിക്ചറിലും ഉണ്ടായിരുന്നു ഈ നോയ്സ് എന്നുള്ളത്. അതെന്താണ്? നോയ്സ് റെഫേഴ്സ് ടു ദ ഡിസ്റ്റർബൻസസ്, ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവുന്ന ബഹളങ്ങൾ, ഓക്കെ, ഇന്റർഫറൻസസ്, അതല്ലെങ്കിൽ നമ്മൾ ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് റേഞ്ച് ഇല്ലാതെ ആവുന്ന അവസ്ഥ, അതൊക്കെ എന്താണ്? നോയ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ്സ് എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറ്റ് ഡിസ്റ്റോർട്ട്സ് ഓർ ഡിസ്റപ്റ്റ്സ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി ഇതിന് കഴിയും എന്നുള്ളതാണ്. ഇനി വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരാം. അവിടെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വീർ ആൻഡ് രാഹുൽ എന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട്. അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. എവിടെ വെച്ചിട്ടാണ്? ഒരു പാർക്കിൽ വെച്ചാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർ വാക്കുകൾ ഉപയോഗിച്ചും അതോടൊപ്പം അവരുടെ ബോഡി ഉപയോഗിച്ച് ആക്ഷൻസ് ഓർ ജെസ്റ്റേഴ്സ് ഉപയോഗിച്ചും അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ വീർ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? വീർ രാഹുലിനോട് ചോദിക്കുകയാണ്, ഊഞ്ഞാലിരിക്കുന്നു, ഐ വിൽ പുഷ് ദ സ്വിംഗ് ഫോർ യു. ഓക്കെ, ഊഞ്ഞാൽ ആട്ടാം എന്ന് ആര് പറയുന്നു? വീർ പറയുന്നു. വെർബലി എന്ന് വെച്ചാൽ വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നു, യു സിറ്റ്, ഐ വിൽ പുഷ് യു. എന്നിട്ട് രാഹുൽ റെസ്പോണ്ട് ചെയ്യാണ്. എങ്ങനെയാണ്? നോട്ട് വിത്ത് വേർഡ്സ് ബട്ട് ഹിസ് എക്സ്പ്രഷൻസ്. ഹി ഈസ് എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ടു സിറ്റ് ഓൺ ദ സ്വിംഗ്. ആ ഊഞ്ഞാലിൽ ഇരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. ഒരു എക്സൈറ്റഡ് ബോഡി ലാംഗ്വേജോട് കൂടി വന്ന് ഇരിക്കുകയാണ്. അപ്പൊ തന്നെ വീറിന് മനസ്സിലായി ഇവന് സ്വിംഗിൽ ഇരിക്കാൻ താല്പര്യം ഉണ്ട്. അതിനുശേഷം രാഹുൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് ചിരിച്ചുകൊണ്ടും അതുപോലെ ഒരു ഹാപ്പി മൂവ്മെന്റ്സോട് കൂടി എനർജറ്റിക് ആയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? ഊഞ്ഞാൽ ആടുന്നു. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രാഹുലിന് എന്ത് പറ്റുന്നുണ്ട്? ഹി ബിക്കംസ് സ്കെയർഡ്. ഭയം തോന്നുന്നുണ്ട്. ഊഞ്ഞാൽ ആടുന്നത് സ്പീഡ് ആവുന്ന സമയത്ത് രാഹുലിന് ഭയം തോന്നുന്നുണ്ട്. ബട്ട് ഹി ഡസൻ സ്പീക്ക്. അവിടെയും വെർബൽ കമ്മ്യൂണിക്കേഷനിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് രാഹുലിന് പേടി ഉണ്ട് എന്നുള്ള കാര്യം. സോ വീർ അത് കാണുന്നു. ഓക്കെ, രാഹുലിന് ഊഞ്ഞാലാടുന്നത് പേടിയുണ്ട് എന്ന് വീറിന് മനസ്സിലായി. ആ സമയത്ത് വീർ എന്ത് ചെയ്യുന്നു? ഹി റെസ്പോൺസ് വിത്ത് കാമിങ് വേർഡ്സ്. സമാധാനിപ്പിക്കാനുള്ള വാക്കുകൾ കൊണ്ട് രാഹുലിനെ റീഅഷ്വർ ചെയ്യുന്നു. പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് രാഹുലിനെ വീർ കംഫർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ അവിടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇനി രാഹുൽ അവസാനം കംഫർട്ടബിൾ ആവുന്നു ആൻഡ് ഹി ഗിവ്സ് എ ഫൈനൽ സ്മൈൽ. അവസാനം ചിരിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള സമയം ഊഞ്ഞാലാടുന്നത്. ആൻഡ് ഹി ഈവൻ ഗിവ്സ് എ ഹൈ ഫൈവ്. ഓക്കെ, ഹൈ ഫൈവ് കൊടുത്തുകൊണ്ടാണ് ആ ഒരു സ്വിംഗിങ് പ്രോസസ് രാഹുൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹി ഫെൽറ്റ് സേഫ് ആൻഡ് ഹാപ്പി അഗൈൻ. പേടി മാറി എന്നുള്ളത് മനസ്സിലാക്കാം. സോ ഇവിടെ വെർബൽ കമ്മ്യൂണിക്കേഷനും അതോടൊപ്പം തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും നടക്കുന്നുണ്ട്. റൈറ്റ്? വെർബൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ യൂസിങ് വേർഡ്സ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ യൂസിങ് ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ജെസ്റ്റേഴ്സ് ആൻഡ് ഓൾ. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്സ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ജെസ്റ്റേഴ്സ്, പോസ്ചർ, ടോൺ ആൻഡ് അതർ വേർഡ്ലെസ് ക്ലൂസ് ദാറ്റ് കൺവേ ദി മീനിങ്. ഇനി പോസ്ചർ എന്ന് വെച്ചാൽ എന്താണ്? ജെസ്റ്റർ നിങ്ങൾക്കറിയാം, ഹാൻഡ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഹെഡ് ടിൽറ്റ് ചെയ്യുന്ന, അതൊക്കെ ജെസ്റ്റേഴ്സ് ആണ്. പോസ്ചർ റെഫേഴ്സ് ടു ദ വേ വി സ്റ്റാൻഡ് ഓർ സിറ്റ്. നമ്മൾ നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത്
എങ്ങനെയാണ് നമ്മൾ ബോഡി ക്യാരി ചെയ്യുന്നത് എന്നുള്ളതാണ് പോസ്ചർ. ഓക്കെ, നമ്മുടെ സ്പൈനൽ കോഡ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലെഗ് എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഒരുപാട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ബോഡി ലാംഗ്വേജിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ട്. ഓക്കെ, സോ നൗ യു നോ വാട്ട് പോസ്ചർ ഈസ്. എങ്ങനെയൊക്കെയാണ് പോസ്ചർ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കമ്മിങ് പാർട്ടിൽ നമ്മൾ പറയും. ടോൺ എന്താണ്? നമ്മുടെ സംസാര ശൈലിയാണ് ടോൺ, അല്ലേ? വളരെ സീരിയസ് ആയിട്ടുള്ള ടോൺ ആവാം, ശോകമായ ടോൺ ആവാം, അതല്ലെങ്കിൽ വളരെ എക്സൈറ്റഡ് ഓർ ഹ്യൂമറസ് ടോൺ ആവാം, ഇസ്n't ഇറ്റ്? സോ അങ്ങനെയുള്ള ടോണൽ വേരിയേഷൻസും നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ രണ്ടും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്, റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുന്നത്, ഇഫക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന കാര്യം പരസ്പരം മനസ്സിലാക്കുന്നത് എല്ലാം ഇത് രണ്ടും കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഇനി വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസസ് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. എക്സാം പെർസ്പെക്റ്റീവിലും ഒന്ന് ഫോക്കസ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ദി യൂസ് ഓഫ് വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ. വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലേ? നോൺ വെർബൽ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ജെസ്ചർ, പോസ്ചർ, അതുപോലെ ടോൺ ഓഫ് വോയിസ്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് തന്നെ റെക്കോർഡ് ചെയ്യാനും ദൂരങ്ങളിലേക്ക് അയച്ചു കൊടുക്കാൻ, ട്രാൻസ്മിറ്റ് ചെയ്യാനും എളുപ്പമാണ്. കാരണം എന്താണ്? ടെക്സ്റ്റ്, ഇമെയിൽ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ ഉപയോഗിച്ച് വെർബൽ കമ്മ്യൂണിക്കേഷൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നടക്കുന്നതാണ്, സ്പോണ്ടേനിയസ് ആയിട്ട്. ആ ഒരു മൊമെന്റിലാണ് നമുക്ക് പെട്ടെന്ന് ഒരു എക്സ്പ്രഷൻ ഒക്കെ വരിക, അല്ലേ? അപ്പൊ ആ ഒരു അങ്ങനെയുള്ള എക്സ്പ്രഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെക്കോർഡ് ചെയ്യാൻ എളുപ്പമല്ല. അത് വളരെ നാച്ചുറൽ ആയിട്ട് കോൺവെർസേഷന്റെ ഇടയിൽ വരുന്നതാണ് നോൺ വെർബൽ എലിമെന്റ്സ്. അതുകൊണ്ട് തന്നെ അത് റെക്കോർഡ് ചെയ്യാനോ ട്രാൻസ്മിറ്റ് ചെയ്യാനോ സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വ്യത്യാസം വരുന്നത്, വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഫാക്ട്സ്, ഐഡിയാസ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫാക്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റും, അല്ലെ? ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ്, സോഷ്യൽ ക്യൂസ് ഒക്കെ നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആളുകളെ പെർസ്വേഡ് ചെയ്യാൻ പറ്റും, ഒരു കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റും, അതല്ലെങ്കിൽ നെഗോഷിയേഷൻസ് ചെയ്യാൻ പറ്റും, ഒരു ഒത്തുതീർപ്പ്, അതല്ലെങ്കിൽ രണ്ടുപേരും ഒരേ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരുക, അങ്ങനെയുള്ള നെഗോഷിയേഷനിലേക്ക് എത്തിക്കാൻ പറ്റും. മറ്റാളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. നേരെ മറിച്ച് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇതിനൊന്നും പറ്റില്ല, പെർസ്വേഷൻ ഒന്നും പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് റിസീവറിന്റെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും, വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം, ബെറ്റർ റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യാം. റാപ്പോ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെ? പരസ്പര ധാരണ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. കുറച്ചും കൂടി ഡിഫറൻസസ് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു പേജിൽ കാണാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് വീണ്ടും അയച്ചു കൊടുക്കാം, ഡെലിവർ ചെയ്ത് കൊടുക്കാം, അല്ലെ? വെർബൽ ആവുമ്പോൾ വേർഡ്സിന് നമുക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പെർ ഓഫ് ദ മൊമെന്റിൽ നമുക്ക് ഉണ്ടാവുന്നതാണ് നോൺ വെർബൽ എക്സ്പ്രഷൻസ് ഓർ ആക്ഷൻസ്. അത് കൺട്രോൾ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ എളുപ്പമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്, വെർബൽ കമ്മ്യൂണിക്കേഷൻ എളുപ്പത്തിൽ ഡിസ്റപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? പുറത്തുനിന്ന് ബഹളം ഉണ്ടായാൽ അല്ലെങ്കിൽ ഭയങ്കര ക്രൗഡഡ് ആവുന്ന സമയത്ത് നോയ്സ് ഉണ്ടാവുമ്പോഴൊക്കെ വേർഡ്സ് ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കില്ല, വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻറപ്റ്റഡ് ആവും. പക്ഷെ എങ്ങനെയുള്ള സാഹചര്യമാണെങ്കിലും നമുക്ക് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അതല്ലെങ്കിൽ നമ്മുടെ ജെസ്റ്റേഴ്സ് ഉപയോഗിച്ച് എവിടെ നിന്നും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ ബിസി ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളുകളോട്
ജസ്റ്റ് കണ്ണുകൾ ഉപയോഗിച്ച് സംസാരിക്കാം, അതല്ലെങ്കിൽ ഒരു ജസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് സംസാരിക്കാം അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ആശയം എന്ന് പറയുന്നത് എത്ര ദൂരെയുള്ള റിമോട്ട് ലൊക്കേഷൻസിലുള്ള ആളുകളിലേക്കും നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എത്തിക്കാൻ വേണ്ടി പറ്റും, വെർബൽ കമ്മ്യൂണിക്കേഷൻ എത്തിക്കാൻ വേണ്ടി പറ്റും. കാരണം ഇമെയിൽ, മൊബൈൽ ഫോൺ ഒക്കെ ഉള്ളത് കൊണ്ട്. നേരെ മറിച്ച് ഇത് റിമോട്ട് ലൊക്കേഷൻസിലേക്ക് എത്തിക്കാൻ പറ്റില്ല, ടെക്നോളജിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എളുപ്പമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ വീഡിയോ കോൾ ആണെങ്കിൽ പോലും നമ്മളെ എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ നമ്മളെ ഹാൻഡ് ജെസ്റ്റേഴ്സോ ഒന്നും കൃത്യമായിട്ട് എതിർവശത്തേക്ക് എത്തിക്കൊള്ളണം എന്നില്ല. ടെക്നോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇന്ററപ്റ്റഡ് ആവാം. മറ്റൊരു വ്യത്യാസം, ഈ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഫോർമൽ ആണ്. അതോടൊപ്പം തന്നെ ഇൻഫോർമൽ ആയിട്ട് നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. ഓഫീസിലും സംസാര ഭാഷ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, വീട്ടിലും ചെയ്യുന്നു. പക്ഷെ വീട്ടിൽ ഇൻഫോർമൽ ആണ് അല്ലേ. നേരെ മറിച്ച് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ജെസ്റ്റേഴ്സും പോസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷനും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മിക്കപ്പോഴും എന്താണ്, അത് ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും നമുക്ക് ഒരു ഓഫീസിൽ ചെയ്യാൻ പറ്റില്ല. വ്യക്തമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഡെക്കോറം ഫോളോ ചെയ്തുകൊണ്ടേ സംസാരിക്കാൻ പറ്റൂ. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാം. ആൻഡ് യെറ്റ് അനദർ ഡിഫറൻസ് ഈസ്, ഈ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഇന്ററാക്റ്റീവ് ഡയലോഗാണ് വരുന്നത്. ചോദ്യങ്ങളും അതിൻ്റെ മറുപടികളും ഒക്കെ അവിടെ വരുന്നുണ്ട്. നേരെ മറിച്ച് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് കമ്മ്യൂണിക്കേറ്റേഴ്സ് തമ്മിലുള്ള ആ ഒരു പരസ്പരം കൊടുക്കൽ വാങ്ങലുകളുണ്ട് അല്ലെ, നോൺ വെർബൽ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പൊ മുഖഭാവം ഉപയോഗിച്ച് നമുക്ക് പോവല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും. അതല്ലെങ്കിൽ എനിത്തിങ് ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ് ബിറ്റ്വീൻ ഫ്രണ്ട്സ് ഓർ പീപ്പിൾ വിത്ത് ബെറ്റർ റാപ്പോ. ആ ഒരു രീതിയിൽ റെസിപ്രോക്കൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ പഠിക്കുന്നത് ഫോർമൽ എഡ്യൂക്കേഷനിലൂടെയാണ് അല്ലെ. നല്ലതുപോലെ സംസാരിക്കാനും എഴുതാനും ഒക്കെ നമ്മൾ പഠിക്കുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ്, ഫോർമൽ ആയിട്ട് പഠിക്കുന്നു. നേരെ മറിച്ച് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കുന്നത് ഒബ്സർവേഷനിലൂടെയാണ്, മറ്റുള്ളവരെ നിരീക്ഷിച്ചും നമ്മുടെ അനുഭവങ്ങളിലൂടെയും. നമ്മൾ ഓരോ കൾച്ചറിൽ എത്തിപ്പെടുമ്പോൾ ഓരോ രാജ്യത്തും ഓരോ തരം കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അങ്ങനെ കൾച്ചറൽ എക്സ്പോഷറിലൂടെയുമാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നത്.